മ്ലേച്ഛത്തരങ്ങളും ആക്രമണങ്ങളും അതിൻ്റെ പരമകോടിയിൽ ആയിരിക്കുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥയിലായിരുന്നു കൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. പെനിവേലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജോൺ അഗസ്റ്റിൻ. നോക്കൂ, ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചില മ്ലേച്ഛത്തരങ്ങൾ, ചില ആക്രമണങ്ങൾ, നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇതൊക്കെ നടക്കുന്നല്ലോ എന്നുള്ള നമ്മുടെ നിലവിളികൾ, നമ്മുടെ സങ്കടങ്ങൾ, എന്തിന് സഭയ്ക്കകത്ത് പോലും ഇത്തരം മ്ലേച്ഛത്തരങ്ങളും ആക്രമണങ്ങളും നുഴഞ്ഞു കയറിയിരിക്കുകയാണ്. ദേവാലയത്തിൽ പോലും സാത്താൻ അതിന്റെ പ്രവർത്തനം വ്യാപിപ്പിച്ചിരിക്കുന്നു. ഏറ്റവും പരിശുദ്ധമായ കാപ്പ ധരിച്ചിരിക്കുന്ന വൈദികനെ വിശുദ്ധ ബലിയർപ്പിക്കാൻ പോലും ഇടം കൊടുക്കാതെ അതിൻ്റെ ആക്രമണം സാത്താൻ ഇതാ ദേവാലയത്തിൻ്റെ അകത്തേക്ക്, ദേവാലയത്തിൻ്റെ എല്ലാ പരിശുദ്ധമായ ആ സ്ഥിതിവിശേഷവും തകർത്ത് കളഞ്ഞുകൊണ്ട് അകത്ത് പ്രവേശിച്ചിരിക്കുന്നു. നമ്മൾ പരിശുദ്ധമായി എന്ന് കരുതുന്ന എല്ലാ കാര്യങ്ങളെയും അശുദ്ധമാക്കാൻ വളരെ പ്ലാനിങ്ങോടെ സാത്താൻ പ്രവർത്തിക്കുകയാണ്. അതിന് നമ്മുടെ സഭയിലെ പിതാക്കന്മാരടക്കം വൈദികരടക്കം അതിന് ഇരയാകുന്നു എന്നതിൽ വലിയ സങ്കടമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള എല്ലാ എതിർപ്പുകളും സാത്താന്റെ എല്ലാ പ്രവർത്തനങ്ങളും സഭ രൂപീകരിച്ചതുപോലെ സഭ നേരിടുന്ന വലിയ പ്രശ്നം തന്നെയാണ്. എന്നാൽ അതെല്ലാം തരണം ചെയ്ത് അങ്ങനെയുള്ള സാത്താന്റെ എല്ലാ പ്രവർത്തികളും തട്ടിയെറിഞ്ഞാണ് സഭ വളർന്നതും ഇന്നും വളർന്നുകൊണ്ടിരിക്കുന്നതും. ഇതിനേക്കാൾ ഭീകരമായ എത്രയേറെ സാത്താന്റെ പ്രവർത്തനങ്ങൾ സഭ തകർത്തിരിക്കുന്നു. പ്രാർത്ഥനയിലൂടെ എല്ലാം തകർക്കാൻ പരിശുദ്ധ അമ്മ നമ്മുടെ ഒപ്പമുണ്ട്. സ്വർഗം എന്നും സജ്ജമായി നിൽക്കുന്നുണ്ട്. പാഷാണ്ഡത ഒരു കാലത്ത് സഭയെ തകർക്കാൻ സാത്താൻ ഓടി നടന്ന ഒരു സ്ഥിതി. എന്നാൽ ആ പാഷാണ്ഡത തകർക്കാൻ വേണ്ടിയിട്ട് അന്ന് പ്രാർത്ഥിക്കുന്ന വലിയൊരു സമൂഹം ഉണ്ടായിരുന്നു. ഒരു വിശുദ്ധന്റെ വലിയ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് സഭയ്ക്ക് ഏറ്റവും സുന്ദരമായ ഒരു പ്രാർത്ഥന, എത്രയും ദയുള്ള മാതാവേ എന്ന പ്രാർത്ഥന സ്വർഗം സഭാമക്കൾക്ക് നൽകിയത്. സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാ കാര്യങ്ങളിലും പരിശുദ്ധ അമ്മ കൂടെയുണ്ട് എന്ന് നാം മനസ്സിലാക്കുക. കാനായിലെ കല്യാണ വീട്ടില് അവിടുത്തെ എല്ലാ കുറവുകളും നികത്താൻ വേണ്ടിയിട്ട് തൻ്റെ തിരുക്കുമാരനോട് കൽപ്പിക്കുന്ന പരിശുദ്ധ അമ്മ, ആ അമ്മ സഭ വളർത്തുകയാണ്. പരിശുദ്ധാത്മാവ് അതിൻ്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് സഭയെ താങ്ങി നിർത്തുന്നുണ്ട്. എന്നിട്ടും എന്തേ നമ്മൾ ഇങ്ങനെയുള്ള സാത്താന്റെ പ്രവർത്തനങ്ങൾക്ക് ചെവി കൊടുക്കുന്നു? നമ്മുടെ അന്തിച്ചർച്ചകൾ എന്തേ ഇങ്ങനെയുള്ള മ്ലേച്ഛത്തരങ്ങളെയും ആക്രമണങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നു? നമ്മുടെ കുട്ടികള്, നമ്മുടെ യുവാക്കള്, യൗവനകാലത്ത് സ്ഥിതി ചെയ്യുന്ന നമ്മുടെ കുഞ്ഞുമക്കള്, അവരുടെ മുമ്പിലൊക്കെ വെച്ച് നാം സഭയെ വിവസ്ത്രയാക്കുകയാണ്. പ്രാർത്ഥിക്കാൻ ഇപ്പോൾ ആർക്കും സമയമില്ല. സഭയുടെ പ്രവർത്തനങ്ങളെ പോസ്റ്റ്മോർട്ടം നടത്തി തകർച്ച സ്ഥിരീകരിക്കാൻ മോർച്ചറിയുടെ അകത്തളങ്ങളിൽ നമ്മൾ വിമർശനത്തിന്റെ ഇരുതല മൂർച്ചയുള്ള നാവെന്ന ഓർത്തോ കത്തിയുമായി കാത്തിരിക്കുകയാണ്. വളർന്നു വരുന്ന തലമുറയുടെ മുമ്പിൽ വെച്ച് സഭയെ ഇങ്ങനെ ലുസ്ത്രയാക്കരുത്. നാളെ നമ്മുടെ യുവതലമുറക്ക് ഒരു വിശുദ്ധ കുർബാന കിട്ടാൻ വേണ്ടി ദാഹിക്കുന്ന ഒരു സ്ഥിതിവിശേഷം, ഒന്ന് പ്രാർത്ഥിക്കാൻ ദേവാലയം തുറക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മൾ ഉണ്ടാക്കി കൊടുക്കരുത്. അവരെ ആരെയും അവിശ്വാസത്തിന്റെ കൈകളിലേക്ക്, സാത്താന്റെ കൈകളിലേക്ക് നമ്മൾ തള്ളിവിടരുത്. സഭ ഇന്ന് പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. അന്നൊക്കെ ആ തകർച്ചയൊക്കെ നേരിടാൻ, ആ പ്രശ്നങ്ങളൊക്കെ നേരിടാൻ സഭാമക്കള് ഒരുമയോടെ നമ്മുടെ പരിശുദ്ധ മാർപ്പാപ്പയോടൊപ്പം ചേർന്നുകൊണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥനയാണ് ഇന്ന് നമുക്ക് ആവശ്യം. സോവിയറ്റ് യൂണിയൻ എന്ന ആ മാരകമായ സാത്താന്റെ കേന്ദ്രം തകർന്നു കളഞ്ഞത് പരിശുദ്ധ മാർപ്പാപ്പയോടൊപ്പം ചേർന്നുകൊണ്ട് സഭാമക്കൾ പ്രാർത്ഥിച്ചതുകൊണ്ടാണ്. പാഷാണ്ഡത തകർന്നത് പ്രാർത്ഥനയുടെ ശക്തി കൊണ്ടാണ്. ഇന്ന് പല
പല മതിലുകളും പല ചെങ്കടലുകളും പിളർന്നു പോകുന്നത് പ്രാർത്ഥനയുടെ ശക്തി കൊണ്ടാണ്. ആ ശക്തി നമ്മൾ തിരിച്ചെടുക്കണം. ഫ്രാൻസ് അതിന്റെ എല്ലാ മ്ലേച്ഛത്തരങ്ങളും സഭക്കെതിരെ ഉയർന്നു നിൽക്കുന്ന ഒരവസ്ഥ, ബലിയർപ്പിക്കുന്ന ബലിപീഠത്തിന്റെ മുകളിൽ യുവതികളെ കൊണ്ടുവന്നിട്ട് നഗ്നിയാക്കി കിടത്തി സഭയെ വെല്ലുവിളിക്കുന്ന ഒരവസ്ഥ. പ്രിയപ്പെട്ട ദൈവമക്കളെ, സഭയെ ഇങ്ങനെ അതിന്റെ മ്ലേച്ഛത്തരങ്ങൾ കൊണ്ട് നിറക്കുമ്പോൾ വേദനിക്കുന്നത് ഈശോയാണ് മുറിവേൽപ്പിക്കുന്നത്. ഈശോ നിലവിളിക്കും. ഈശോ വേദനിച്ചാൽ ആ വേദനിച്ച എല്ലാ സ്ഥലത്തും പരിശുദ്ധ അമ്മ ഇറങ്ങി വരും, പ്രത്യക്ഷപ്പെടും. 1850 ഫെബ്രുവരി 11 മുതൽ ഏകദേശം ജൂലൈ 16 വരെ 18 പ്രാവശ്യം ലൂർദിൽ ബർണിത്ത സുബേറൂസ് എന്ന 16-കാരിക്ക് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടു. സഭ എവിടെയൊക്കെ വെല്ലുവിളി നേരിടുന്നു, സഭയെ എവിടെയൊക്കെ സാത്താൻ തകർക്കാൻ ശ്രമിക്കുന്നുവോ, ആ സമയത്ത് സഭാമക്കളെ എത്ര കണ്ട് നിലവിളിക്കുന്നുവോ ആ സമയങ്ങളിലൊക്കെ പരിശുദ്ധ അമ്മ ഇറങ്ങി വന്നിട്ടുണ്ട്. ഞാൻ പറയും, ഈ നമ്മുടെ കേരള സഭയെ ഒരു സുഖലോഭിത സഭയായിട്ട് മാറിയതിൻ്റെ ഒരു ഫലമാണ് ഇന്ന് നടക്കുന്ന ചില പ്രവണതകൾ. തീർച്ചയായിട്ടും വിശ്വാസ മക്കള് നിലവിളിച്ചാൽ അവിടെ പരിശുദ്ധ അമ്മ ഇറങ്ങി വരും. കാരണം നമ്മൾ ഓരോ കല്ലെടുത്തെറിയുമ്പോഴും വേദനിക്കുന്നത് നമ്മുടെ കർത്താവിനാണ്. തിരുകുമാരന് വേദനിച്ചാൽ പരിശുദ്ധ അമ്മ പിന്നെ അടങ്ങി നിൽക്കില്ല, പരിശുദ്ധ അമ്മ ഇറങ്ങി വരും. വീടുകൾ ഒരിക്കലും ഏൽക്കാത്ത സഭ അതിൻ്റെ എല്ലാ മ്ലേച്ഛത്രങ്ങളിലൂടെയും എല്ലാ പീഡകളിലൂടെയും കടന്നു പോകുമ്പോൾ നമുക്ക് നിലവിളിക്കാം. തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുക തന്നെ ചെയ്യും. അതാണ് ചരിത്രം. എവിടെയൊക്കെ സഭ വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ടോ അവിടെയൊക്കെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. നമുക്കും നിലവിളിക്കാം. അങ്ങനെ നമ്മുടെ കേരളം വലിയൊരു സാക്ഷ്യമായി തീരട്ടെ. ദൂർത്തൊരു വലിയ സാക്ഷ്യമായതുപോലെ, പല സ്ഥലങ്ങളും വലിയ സാക്ഷ്യമായതുപോലെ നമ്മുടെ ഈ കൊച്ചു കേരളം ഒരു വലിയ സാക്ഷ്യമായി തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മാതാവിൻ്റെ തൊട്ടുപുറകെ, മാതാവ് പ്രത്യക്ഷപ്പെട്ടതിൻ്റെ തൊട്ടുപുറകെ തീർച്ചയായിട്ടും നെല്ലും പതിരും വേർതിരിക്കാൻ, പതിരിനെ തീയിലിട്ട് കത്തിക്കാൻ അവൻ നമ്മുടെ കർത്താവ് ഇറങ്ങി വരും. സ്തുതിയായിരിക്കട്ടെ.